ഒരു ഹിന്ദു ദൈവത്തെ അപമാനിക്കുന്ന തരത്തിൽ ബിരിയാണി വിളമ്പുന്നതും ഉണ്ണിക്കണ്ണൻ ചിക്കൻ കഴിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചിത്രം വരച്ചിട്ടിട്ട് ഒരൊറ്റ മുസ്ലിം വന്നിട്ട് തെറ്റായിപ്പോയി എന്ന് പറയുന്നില്ല. വേറെ ചിലരുടെ കമൻ്റ് എന്നറിയാം, അത് കാട്ടിക്കഴിഞ്ഞപ്പോൾ ശ്രീകൃഷ്ണനും സീതയും ലക്ഷ്മണനും ഒക്കെ മാംസം കഴിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ശ്രീകൃഷ്ണനും എന്താണ് ക്ഷത്രിയനല്ലേ? ക്ഷത്രിയനല്ലേ ശ്രീകൃഷ്ണൻ? യാദവനാണ്, ക്ഷത്രിയനല്ലേ? അതുകൊണ്ട് മാംസം കഴിക്കാൻ സാധ്യതയില്ലേ? കാരണം ഒരു മതത്തിനെതിരെ നിരന്തരം തെമ്മാടിത്തരം കാണിക്കുക. നമ്മുടെ വടക്കേ ഇന്ത്യയിലൊക്കെ എൻ്റെ ഭാഷ പരുക്കനായിരിക്കാം, പക്ഷേ എനിക്ക് പറയാതെ വയ്യ പ്രജിത. കാരണം വടക്കേ ഇന്ത്യയിലൊക്കെ എന്താ ചെയ്യുന്നറിയോ? ശ്രീരാമനവമി ആഘോഷിക്കാൻ സമ്മതിക്കില്ല, ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാൻ സമ്മതിക്കില്ല. ആ സമയത്തൊക്കെ ഘോഷയാത്രകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, തിളച്ച വെള്ളം ഒഴിക്കുന്നു, വെടിവെക്കുന്നു, പടക്കമെറിയുന്നു, കല്ലെറിയുന്നു. ഈ കഴിഞ്ഞ ശ്രീരാമനവമിക്കും ഇതുണ്ടായി. ഇതൊക്കെ എത്ര കാലം കേരളത്തിലെ ഹിന്ദുക്കൾ, ഇന്ത്യയിലെ ഹിന്ദുക്കൾ സഹിക്കണം? ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ സർക്കാർ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ത്യയിലെ ഭൂരിപക്ഷം സംസ്ഥാനങ്ങൾ BJP ഭരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര ഭീകരമാകുമായിരുന്നു ഇന്ത്യയിലെ സ്ഥിതി. ഇത് നമ്മൾ ഉറക്കെ പറയണം. മതേതരം തകരുന്നെങ്കിൽ, അങ്ങനെ നമ്മൾ ഉള്ള സത്യം പറയുമ്പോൾ ഹിന്ദുവിൻ്റെ നെഞ്ചത്തോട്ട് കയറുന്നത് വിളിച്ചു പറയുമ്പോൾ തകരുന്ന മതേതരത്വം തകർന്നു പോകട്ടെ. ഞാൻ ചോദിക്കുകയാണ്, നേരെ മറിച്ച് ഈ മതത്തിലെ ഏറ്റവും വലിയ ആൾ, പടം പോലും വരയ്ക്കാൻ പറ്റത്തില്ല, അദ്ദേഹത്തിൻ്റെ ഒരു പടം വരച്ചിട്ട് പന്നിയിറച്ചി കഴിക്കുന്ന ഒരു പടം വരച്ചാൽ നിങ്ങൾ എന്നിട്ട് മാപ്പ് പറഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കുമോ?